ഹലോ ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും മൂവി മെലൻ ചാനലിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവരുണ്ട്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ ചെമ്പനീർ പൂവിൻ്റെ എപ്പിസോഡ് ആണ് ഞാൻ ഇന്ന് പറയാൻ പോണത്. അപ്പോൾ എല്ലാവരും കൂടി ഭക്ഷണം കഴിക്കുന്ന സമയത്ത് സച്ചിക്ക് ഒട്ടും വിശ്വാസമില്ല ശ്രുതിക്ക് ഇത്രയും ക്യാഷ് ശ്രുതിയുടെ അക്കൗണ്ടിൽ എങ്ങനെ വന്നു എന്നുള്ളത്. സച്ചി വീണ്ടും വീണ്ടും തിരിച്ച് മറിച്ചൊക്കെ ചോദിക്കുന്നുണ്ട്. പാർലറെടുത്തിയുടെ അച്ഛന് പാർലറെടുത്തേക്കല്ലേ ക്യാഷ് തരേണ്ടത്, എങ്ങനെ ശ്രുതിക്ക് ക്യാഷ് കൊടുക്കുക എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ വർഷനോട് ചോദിക്കും, വർഷൻ നിൻ്റെ അച്ഛൻ നിനക്കല്ലേ ക്യാഷ് തരിക, അതോ ശ്രീകാന്തിനാണോ കൊടുക്കുക എന്ന് പറയുമ്പോൾ വർഷം പറയും എൻ്റെ അച്ഛൻ എനിക്കാവും തരിക. രേവതിയോട് ചോദിക്കും, രേവതി നിൻ്റെ അമ്മ നിനക്ക് ക്യാഷ് തരുമ്പോൾ എനിക്കാണോ അതോ നിനക്കാ തരിക എന്ന് നോക്കുമ്പോൾ രേവതിയോട് അത് എൻ്റെ കയ്യിലാണ് തരിക എന്ന് പറയും. പിന്നെ എങ്ങനെ ശ്രുതിയുടെ അക്കൗണ്ടിലേക്ക് ഇത്രയും ക്യാഷ് അയച്ചു കൊടുത്തത്, ഇതിലെന്തോ ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ ചന്ദ്ര പറയും ഇതൊക്കെ നിൻ്റെ കുശുമ്പോണ്ടാണ്, നിൻ്റെ ഭാര്യ വീട്ടിൽ നിന്നൊന്നും നിനക്ക് കിട്ടിയിട്ടില്ലല്ലോ, അപ്പോൾ കുശുമ്പോണ്ട് നീ പറയുന്നതാണ് പറയും. അപ്പോൾ രേവതി പറയും എനിക്ക് തോന്നി അമ്മ എനിക്കിട്ട് കൊട്ടുമെന്നുള്ളത്. എൻ്റെ സച്ചേട്ടൻ ഒരാളെ മുമ്പിലും കൈ നീട്ടി യാചിക്കില്ല, എന്തോ സ്വന്തം അധ്വാനിച്ച് നേടുന്ന ഒരാളാണ് എൻ്റെ സച്ചേട്ടൻ എന്ന് പറയും. അത് സംഭാഷണം അവിടെ കഴിഞ്ഞു. പിന്നെ ശ്രുതി ബെഡ്റൂമിൽ ഇരുന്ന് ഗെയിം കളിക്കുന്ന സമയത്ത് ശ്രുതി ചെന്നിട്ട് പറയും ഇനി സച്ചിയുടെ മുമ്പിൽ ഓരോ മണ്ടത്തരം എഴുന്നള്ളിക്കാൻ പോകണ്ട, അവനെ തിരിച്ചു മറിച്ച് ചോദിക്കും. എന്ന് വെച്ചാൽ എങ്ങനെ ഈ ക്യാഷ് ഇത്രയും ക്യാഷ് വന്നു എന്നുള്ളത് അവനക്ക് അറിയണം. അതുകൊണ്ട് ഞാൻ പറയണ മാതിരി ഇനി പറഞ്ഞാൽ മതി, ക്യാഷ് എന്താ ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ ഞാൻ പറയും, ഇപ്പം അക്കൗണ്ടിൽ കിടക്കട്ടെ ക്യാഷ് എന്ന് പറയും. ഞാൻ സച്ചി അടങ്ങി നിർത്തണമെങ്കിൽ രേവതി വിചാരിക്കണം ഞാൻ രേവതി ഒന്ന് കാണട്ടെ എന്ന് പറയും. അങ്ങനെ ശ്രുതി കിച്ചണിൽ ചെല്ലുമ്പോൾ രേവതിയുടെ ജോലി എടുക്കും. രേവതിയോട് പറയും പിന്നെ സച്ചി ഇനി ഞങ്ങളെ കാര്യത്തിൽ ഇടപെടരുത്. അപ്പോൾ ശ്രുതി പറയും ഞങ്ങളുടെ കാര്യത്തിൽ ഇനി സച്ചിയോട് ഇടപെടരുതെന്ന് പറഞ്ഞാൽ മതി, ഇനി ആദ്യം. അപ്പോൾ രേവതി പറഞ്ഞു ശ്രദ്ധിക്കണം, പിന്നെ കാണി ഇതുപോലെ കാർ എടുത്തപ്പോൾ എന്നോട് അതേപോലെ സച്ചേട്ടൻ അറിയാൻ വേണ്ടി ചോദിച്ചത് പറയും എൻ്റെ സച്ചേട്ടൻ ഒരാൾ നന്നാവുന്ന ഇല്ലാത്ത ഒരാളാണ്, എല്ലാവരും നന്നായി ജീവിക്കട്ടെ വിചാരിക്കുന്ന ഒരാളാണ്. ശ്രുതിയോട് പറയും ഇതിലാണ് എന്നെ കൊണ്ടുവരുന്നത്. ശ്രുതി പറയും രേവതി ഞങ്ങൾ കാര്യത്തിൽ ഇടപെടരുത് പറഞ്ഞല്ലേ. അത് പറഞ്ഞ് ശ്രുതി പിന്നെ സച്ചിയുടെ അടുത്ത് രേവതി പറയും ശ്രുതി